ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻ. വാതിൽക്കിൽ നിന്ന് തല അകത്തേക്കിട്ട് നോക്കിയപ്പോൾ കണ്ടു ഒരു ടവലും ചുറ്റിപ്പിടിച്ച് ഷർട്ട് പിടിച്ച് മുഖമൊക്കെ ചുവന്നിൽക്കുന്ന പ്രാണനാഥനെ. കാശിയും കണ്ടു ആമയെ പോലെ തല ഉള്ളിലേക്കിട്ട് നോക്കുന്ന കല്ലൂനെ. അവൻ ഷർട്ട് അവിടെ ഇട്ടിട്ട് ഓടിച്ചെന്ന് കതക് തുറന്ന് അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്ത് കൊണ്ടുവന്നു. എന്താടി ഇത്? കല്ലൂവിന്റെ മുമ്പിലേക്ക് വീണ്ടും ആ ഷർട്ട് എടുത്ത് കാണിച്ച് കാശി ചോദിച്ചു. ഇത് ഷർട്ടല്ലേ? യാതൊരു കൂസലുമില്ല നിൽക്കുന്ന കല്ലൂനെ കണ്ട അവന്റെ ദേഷ്യം രട്ടിച്ചു. അത് മനസ്സിലായി, ഇതിലെന്താന്നാ ചോദിച്ചത്? കല്ലു ആ ഷർട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചെളിയാണെന്ന് തോന്നുന്നു, ഇതെങ്ങനെ പറ്റിയതാ? അച്ചോടാ. നിഷ്കുഭാവം കണ്ടിട്ട് തൊട്ടിലിട്ട് ആട്ടാൻ തോന്നുന്നുണ്ട്. അവനും അങ്ങനെ ചെയ്തു. തൊട്ടിലല്ലെന്ന് മാത്രം, നേരിട്ടൊരു ആട്ടം കൊടുത്തു. നീ അല്ലാതെ ആരും കൂടെ ഇല്ലായിരുന്നല്ലോ, നീ അറിയാതെ സംഭവിക്കില്ല. സത്യം പറയടി, നീ അല്ലത് ചെയ്ത്? ആണെങ്കിൽ കൈയും കെട്ടിന്നുകൊണ്ട് അവൾ പറയുന്നിട്ട് അവൻ ഞെട്ടിപ്പോയി. പിന്നെ അത് ദേഷ്യമായി മാറി. ഓഹോ, നീ മനഃപൂർവ്വം ചെയ്താണല്ലേ? നീ ചെവി നുള്ളിക്കോടി, ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും. കാശിയാ പറയുന്നേ. ആയിക്കോട്ടെ എന്നർത്ഥത്തിൽ ഒരു വിജയിച്ചിരി ഇരിച്ചിട്ട് അവൾ താഴേക്ക് പോയി. കാശി ദേഷ്യത്തോടെ വേറൊരു ഷർട്ട് എടുത്തിട്ട് റെഡിയായി. കല്ലൊരു കൂസുകളില്ലാതെ തിരിച്ചു വരുന്ന കണ്ട ആ 3 പേര് ഒന്നുകൂടി കണ്ണു വീഴ്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ് കാശി പോവാനായി ഇറങ്ങി. മോനെ, നീ കഴിക്കുന്നില്ലേ? നേരെ പുറത്തേക്ക് വന്ന കാശിയോട് അമ്മ ചോദിച്ചു. ഞാൻ ക്യാൻറ്റീൻ കഴിച്ചോളാം. അവൻ കല്ലൂനും തറപ്പിച്ച് നോക്കി പറഞ്ഞ് മുന്നോട്ട് കടന്നു. മോളെ കോളേജിലാക്കിയിട്ട് പോമോനെ. അവനെ നോക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കല്ലൂനെ നോക്കി അച്ഛൻ കാശിയോട് പറഞ്ഞു. അത് കേട്ട് അവൾ ഞെട്ടി ദേവേട്ട് നോക്കി. കൊലക്ക് കൊടുക്കുവാണല്ലേ എന്ന് ചോദിക്കാതെ ചോദിക്കുന്നൊരു നോട്ടം. തന്നെ അങ്ങ് പോയാൽ മതി, എന്നെ കൊണ്ടുപോയ കൊണ്ടാക്കാനും കൊണ്ടുവരാനും. ഇപ്പൊ അവനൊരു പ്രതികാരമായി, അവൾക്കൊരു ആശ്വാസമായി. കല്ലു ആശ്വാസം അവനെ കാണിച്ചില്ല. ചിലപ്പോൾ തീരുമാനം മാറ്റിയാലോ. കല്ലുവിനെ ജഗ്ഗുവാണ് കൊണ്ടാക്കിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. വേറൊന്നുമില്ല, അവളുടെ ചെരുപ്പിൽ ഒരെണ്ണം മുറ്റത്തിന്റെ അങ്ങേയറ്റത്തും ഒരെണ്ണം കുറച്ചു മാറി ഒരു ചെളിക്കുണ്ടിലായിട്ടാണ് കിടന്നിരുന്നത്. സ്റ്റെപ്പിൽ കിടന്ന ചെരുപ്പ് ആരോ ചവിട്ടി തെറിപ്പിച്ച പോലെ. ആളാരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അവൾ വീണ്ടും മനസ്സിലാ ചെവിയിൽ നുള്ളിക്കോ ഡയലോഗ് ഇട്ട് പ്ലേ ചെയ്തു. ഇവരിങ്ങനെ ചെവി നുള്ളാൻ തുടങ്ങിയ കഥ തീരുമ്പോൾ രണ്ടിനും ചെവി കാണില്ല. ചെവിയില്ലാത്ത നായകനെയും നായികയും വെച്ച് ഞാൻ തീർക്കേണ്ടി വരും. ഈശ്വരോ രക്ഷതു. വിടാനാ പറഞ്ഞേ. നീയല്ലേ പറഞ്ഞ മലത്തിയടിക്കുന്നത്? അടിക്കടി. ജഗ്ഗു കല്ലൂനെയും കാശി രാത്രി കഴിക്കാൻ വിളിക്കാൻ വന്നപ്പോൾ കാണുന്ന ഒരു യുദ്ധഭൂമിയാണ്. ബടനും പടിയും നിലത്ത് കിടന്ന് മൽപ്പിടുത്തം നടത്തുന്നു. കല്ലൂവിന്റെ 2 കൈയും കാശി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവളുടെ കാലവന്റെ മുതുകത്തും. തലയിണയും ബെഡ്ഷീറ്റും ടേബിളിരുന്ന സാധനങ്ങളൊക്കെ നിലത്ത് കിടപ്പുണ്ട്. രണ്ടും കൂടി വീട് മറിച്ചിടുവോ? ശബ്ദം കേട്ട് ഞെട്ടി നോക്കിയ രണ്ടും കണ്ടു തുറന്നിട്ട വാതിൽക്കൽ കൈയും കെട്ടി നിൽക്കുന്ന ജഗ്ഗുവിനെ. വൈകുന്നേരം കാശി വന്നപ്പോൾ അവന്റെ ഒരു ഫയല് ചൂടാൻ കല്ലൂര് ശ്രമം നടത്തിയതാ. അതവൻ കൈയോടെ പൊക്കി, അതായത് കയ്യിൽ പിടിച്ച് പൊക്കി. ആ പിടി ഇതുവരെയും വിട്ടിട്ടില്ല. പിന്നെ 1-2 പറഞ്ഞ് വഴക്കായി, പിടിപിടിക്കാൻ നോക്കലായി. അവസാനം ഇങ്ങനെയായി. കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വേഗം താഴേക്കുവാ. രണ്ടിനെയും ചളിപ്പോടെയുള്ള നിൽപ്പ് കണ്ട് ജഗ്ഗു പറഞ്ഞു. നീ പോക്കോ, ഞങ്ങൾ വന്നേക്കാം. ആദ്യം വേണ്ട, ഞാൻ പോയിട്ട് വീണ്ടും അടിയുണ്ടാക്കാനല്ലേ. ഞാൻ നിങ്ങളെ കൊണ്ടേ പോകുന്നുള്ളൂ. വേഗം ഒരുങ്ങി വാ. ഒരുങ്ങാനോ? അത് ശരി, അപ്പൊ സ്വന്തം ക്വാളിറ്റിയെ കുറിച്ച് നിശ്ചയില്ലേ രണ്ടാക്കും. എന്നാ പിന്നെ കണ്ണാടിയിലൊന്ന് നോക്കുക. കണ്ണാടിയിൽ നോക്കി രണ്ടും നന്നായി പേടിച്ചിട്ടുണ്ട്. വേഗം റെഡിയായി താഴേക്ക് പോയി. ഈ പാടിയും വഴക്ക് ഏകദേശം തുല്യമായതുകൊണ്ട് അടുത്ത തുടക്കം ആരിടുന്നറിയാതെ രണ്ടുപേരും അടങ്ങി നിൽക്കുന്നു. കുറച്ച് ദിവസം ശീതയുദ്ധം മുന്നോട്ട് പോയി. ഒരു ദിവസം കല്ലൂവിന്റെ കോളേജിൽ ഒരു ഇന്റർവെൽ സമയം. ഇനി 2 കൂടി എഴുതാനുണ്ട്. അപ്പൊ നീ ഇതുവരെ എഴുതി തീർന്നില്ലേ? എല്ലാം കൂടി എഴുതാൻ സമയം വേണ്ടേ? ഇപ്പൊ തരുന്നതിന് എഴുതിയിരുന്നില്ല, അപ്പോഴാ പഴയത്. കുറച്ചതിന്റെ കെട്ടിയാനും കൊടുത്ത് എഴുതിക്ക്. ആ ബെസ്റ്റ്. അങ്ങനെ ഏത് വഴിക്കാ പണിയിരുന്നെന്ന് ആലോചിച്ചാണെന്ന് അതിന്റെ സമയം മൊത്തം പോണേ. കല്ലു തലക്ക് കൈവച്ച് പോയി. അല്ല, നിങ്ങളിങ്ങനെ അടിയും ബഹളമായിട്ട് നടക്കാനാണോ ഉദ്ദേശം? പിന്നില്ലാണ്ട് കഴിഞ്ഞ ദിവസം തന്നൊരു അടി തിരിച്ചു കൊടുക്കാനുണ്ട്. ഞാൻ എണ്ണി വെച്ചിരിക്കുക. ആ, നീ ഇങ്ങനെ കൊടുത്തും വാങ്ങി നടന്നു. അവസാനം അങ്ങേരെ വേറെ വല്ലവരും കൊണ്ടുപോകും. അങ്ങേരെ ആര് കൊണ്ടുപോകാൻ? കല്ലൂന് പുച്ഛം. അത് നീ ഈ സീരിയലൊന്നും കാണാത്തോണ്ട് അറിയാത്തതാ. സീരിയൽ അഭിനയിക്കാൻ വിളിച്ചാലൊന്നും കാശ് പോകാൻ തോന്നില്ലടാ. കല്ലൂന് മനസ്സിലാവായിട്ടാണ്, അല്ലാതെ ജന്മനാ നിഷ്കൊന്നുമില്ല. ഓഫ്, അഭിനയിക്കാൻ പോകുന്ന കാര്യടി പറഞ്ഞ്. പിന്നെ അതിലൊക്കെ കാണുന്ന പോലെ വല്ല പെൺപിള്ളേരെ അടിച്ചോണ്ട് പോകുന്നു പറഞ്ഞാ. ഒന്ന് കെട്ടിയതിനൊക്കെ അങ്ങനെ കൊണ്ടുപോകടി. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞവർക്ക് ഡിമാൻഡ്. അയ്യേ, ഒരയ്യേയും ഇല്ല. നല്ല കാശും സൗന്ദര്യം ഉണ്ടെങ്കിലേ കെട്ടാൻ ആൾക്കാർ ക്യൂ നിൽക്കും. എന്നാലും കല്ലൂന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നീ ടെൻഷനാവണ്ട, ഞങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും അങ്ങേക്ക് കെട്ടുപ്രായ വല്ല മുറപ്പെണ്ണോ കമ്പനി സ്റ്റാഫൊക്കെ ഉണ്ടോന്നൊന്ന് അറിഞ്ഞു വെച്ചോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ബാക്കി പറയാൻ സമ്മതിക്കാതെ ക്ലാസ്സിലേക്ക് സാറ് കയറി വന്നു. പൂർണ്ണമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും കാശി ആരോ കൊണ്ടുപോകുന്നൊക്കെ അവൾക്ക് മനസ്സിലായി. ക്ലാസ്സിൽ നടക്കുന്നൊന്നറിയാതെ അവളുടെ മനസ്സ് കാശിക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയെ? അതിന്റെ ഇരിപ്പ് കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഇനി എന്തൊക്കെ ഒപ്പിക്കാവോ? അച്ചു കല്ലു കേൾക്കാതെ മീനുവിനോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ലടി, ഇതിങ്ങനെ വിട്ടാൽ ജീവിതകാലം മൊത്തം 2 പേര് ഇതുപോലെ തല്ലുണ്ടാക്കി നടക്കും. നീ നോയിക്കോ, ഇനി അവൾക്ക് കാശിയേട്ടനുള്ള സ്നേഹമൊക്കെ പുറത്തു വരും.
ആണോ? പിന്നെ പിറ്റേന്ന് അവധിയായിരുന്നുകൊണ്ട് കല്ലു താമസിച്ചാണ് എണീറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരികെ മുറിയിൽ വന്നപ്പോൾ കാശി പോവാൻ ഇറങ്ങിയായിരുന്നു. അവളുടെ മനസ്സിലിപ്പോൾ അവനെ കാണുമ്പോഴല്ല മീനു പറഞ്ഞ വാക്കുകളാണ്. ഇതേ സമയം താഴെ അമ്മായി. അടുക്കളയിൽ നിന്ന് ദേവി അവൾ പുറകിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചു. ആ വന്നോ കാന്താരി. പിന്നെ വരാതെ നീ കോളേജ് അവധിയാണെന്ന് അറിയില്ലേ? അറിയാം, കഴിഞ്ഞ കുറെ നാളായിട്ട് അവധിക്കൊന്നും നിന്നെ ഇങ്ങോട്ട് കാണാറില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ. അല്ല എല്ലാരും എന്തി? ആരെയും കാണുന്നില്ലല്ലോ. അവൾ ചുറ്റും നോക്കി പറഞ്ഞു. ദേവി തിരിഞ്ഞെന്ന് അവിടെ കൈ കൂട്ടിപ്പിടിച്ചു. നീ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഇവിടെയുണ്ട്. അത് കേട്ട് ആദ്യം ഒന്ന് ചമ്മിയെങ്കിലും പിന്നെ അവൾ ഞെട്ടി. അപ്പൊ കാശിയേട്ടൻ പോയിട്ടില്ല? അതെന്താ? ആവോ ഇന്ന് പതിവിലും ലേറ്റ്. ആ ദേ വന്നല്ലോ. അവളുടെ കണ്ണുകൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാശിയിൽ തറഞ്ഞു വന്നു. അമ്മയോട് യാത്ര പറയാൻ വന്ന കാശി അടുത്തേക്ക് നാളെ കണ്ടത് മുഖം വലിഞ്ഞു മുറുകി, പിന്നെ വെട്ടിത്തിരിഞ്ഞിറങ്ങിപ്പോയി. അവന്റെ ആ പെരുമാറ്റം പതിവ് പോലെ അവൾക്ക് സങ്കടമായി. അത് മനസ്സിലാക്കിയ ദേവി അവളെ ചേർത്ത് പിടിച്ചു. സാറില്ല, മോളിലേക്ക് ചെല്ലും, അവിടെ കല്ലുമോളുണ്ട്. അവൾ മുഖത്തൊരു ചിരി വരുത്തി മുകളിലേക്ക് നടന്നു. കല്ലു തന്റെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുകയായിരുന്നു. ഏടത്തി നല്ല പണിയിലാണ് തോന്നല്ലോ. ആ ശബ്ദത്തിന്റെ ഉറവിടം തേടി കല്ലു വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ടു. ഇതാരും പാറുവോ? കല്യാണത്തിന് കണ്ടാണല്ലോ, പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഓ എന്നും ക്ലാസ് അല്ലേ എടുത്തി, ഇങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടാറില്ല, അതാ. അവൾ അകത്തേക്ക് നടന്ന് കൗച്ചിലിരുന്നു. പാറു എടുത്ത അപ്പച്ചിയുടെ മോളല്ലേ? അതെ. എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പഠിച്ചൂടെ? ഇന്നലെ ഹോസ്റ്റലിൽ നിൽക്കുന്നേ? അത് ഞാൻ ജഗ്ഗുവിന്റെ മുറപ്പെണ്ണല്ലേ, ഞങ്ങളുടെ കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. പാറു ചെറിയൊരു നാണത്തോടെ പറഞ്ഞു. അത് കേട്ടതും കല്ലൂന് മീന് പറഞ്ഞൊക്കെ വീണ്ടും ഓർമ്മ വന്നു. മുറപ്പെണ്ണോ? അപ്പൊ കാശിയുടെ മുറപ്പെണ്ണല്ലേ? ആകാംക്ഷയിൽ അറിയാതെ ചോദിച്ചു പോയതാണ്. പക്ഷെ ഉത്തരം പറയേണ്ട നേരം കഴിഞ്ഞിട്ട് ഉത്തരം വന്നില്ല. കല്ലു തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവളുടെ മുഖഭാവം ശ്രദ്ധിക്കാനും പറ്റിയില്ല. കല്ലു പെട്ടെന്ന് തിരിഞ്ഞവളെ നോക്കി. ആ ഈ ബുക്സ് ഒക്കെ എടുത്തിടയാണോ? പാറു പെട്ടെന്ന് ചോദിച്ചു. കുറച്ച്, ബാക്കിയൊക്കെ കാശിയുടെയാ. ആണോ? എന്നാ പണിയെടുക്കട്ടെ, ഞാൻ ജഗ്ഗുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. ധൃതിയിൽ പുറത്തേക്ക് പോകുന്ന പാറുവിനെ കല്ലു നോക്കി നിന്നു. കല്യാണത്തിന് കണ്ട ആളെയല്ല ഇതെന്ന് അവൾക്ക് തോന്നി. ആകെ ഒരു വശപ്പിശക്ക്. ആ വരട്ടെ, നോക്കാം. ഇന്ന് അച്ചുവിൻ്റെയും മീനുവിൻ്റെയും കൂടെ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തിരുന്നു. കൂടുതൽ ആലോചിച്ച് നിൽക്കാൻ അവൾ റെഡിയാവാൻ പോയി. പ്രൊജക്ട് വർക്ക് ചെയ്ത് ജഗ്ഗുവിനുള്ളവർക്കും കൂടി പോയിരിക്കുകയാണ്. തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാധനം വരച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല. രാത്രി എപ്പോഴും ഒന്ന് ഉറങ്ങി വെളുപ്പിന് എണീറ്റ് പിന്നെയും തുടങ്ങി. റൂമിന്റെ വാതിലിനടുത്തായി കിടക്കുന്ന ടേബിളിൽ പെൻസിലും വരച്ചു തീർന്ന ഷീറ്റും വെച്ച് കസേരയിലേക്ക് ചാഞ്ഞിരുന്നപ്പോഴാണ് വാതിൽ തുറന്നു വരുന്ന പാറുവിനെ കാണുന്നത്. അവളെ തന്നെ നോക്കി അവൻ അനങ്ങാതിരുന്നു. അവന്റെ കണ്ണുകളിലെ ക്ഷീണം അവൾക്ക് മനസ്സിലായി. അവൾ ചെറുചിരിയോടെ മെല്ലെ നടന്ന് ജഗ്ഗുവിന്റെ പുറകിലായി നിന്നു. അവളുടെ കൈവിരലുകൾ അവന്റെ മുടിയഴകളിലൂടെ ഒഴുകാൻ തുടങ്ങി. ജഗ്ഗുവിന് തലയുടെ ഭാരം കുറയുന്ന പോലെ തോന്നി. അവൻ മെല്ലെ അവളിലേക്ക് തലയാഴ്ച വെച്ച് കണ്ണുകൾ അടച്ചു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ക്ഷീണം കുറച്ചൊന്ന് മാറിയപ്പോൾ ജഗ്ഗു അവളുടെ കൈകളെടുത്ത് കൈക്കുള്ളിലായി പിടിച്ചു. കണ്ണേട്ടാ, അവൾ ആർദ്രമായി വിളിച്ചു. അവന്റെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരുന്നു. നല്ല ക്ഷീണമുണ്ടല്ലോ, കുറച്ചെന്നെ കിടക്ക്, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവും. ജഗ്ഗു കണ്ണു തുറന്ന് അവൾ നോക്കി. ഒറ്റക്കോ? കുസൃതി നിറഞ്ഞിരുന്ന ആ ചോദ്യത്തിൽ മറുപടി കാത്തു നിൽക്കുന്ന ജഗ്ഗുവിന്റെ കണ്ണുകൾ നേരിടാനാവാതെ അവൾ മുഖം കുനിച്ചു. പിന്നെ പയ്യെ കൈവിടിക്കാൻ നോക്കി. ജഗ്ഗു കൈവിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട്. അവൾ മുഖമുയർത്തി നോക്കി. അവൻ അതേ കുസൃതി കണ്ണുകളുമായിട്ട് ഇരിക്കുന്നു. കണ്ണേട്ട വിട്ടി, ആരെങ്കിലും വരും. അടുത്ത ശ്രമം എന്നോണം അവൾ പറഞ്ഞു. ആരും വരില്ല, അവൻ വീഴുന്ന ലക്ഷണമില്ല. കണ്ണേട്ടോ കെഞ്ചി നോക്കി. ഇതിൽ വീഴും ഉറപ്പ്. വീണു. മേലിനെ കൈ അയഞ്ഞത് മുഖത്തെ കുസൃതി മാറി പരിഭവം നിറഞ്ഞു. അല്ലേലും എനിക്കിപ്പോ എന്നോടൊരു സ്നേഹമില്ല. കവിളക്ക് വീർപ്പിച്ച് വെച്ച് അവൻ അവൾക്ക് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കണ്ടിട്ടൊരു കുത്തുവെച്ച് കൊടുക്കാൻ തോന്നുന്നുണ്ട്. കൂട്ടത്തിൽ ചിരിയും വന്നെങ്കിലും മുന്നിട്ട് നിൽക്കുന്ന ആദ്യം അവൻ പറഞ്ഞ് നെഞ്ചിൽ കൊണ്ടിട്ടുള്ള ഒരു ഭാവമാണ്. അങ്ങനെ പറയല്ലേ കണ്ണേട്ടാ, ഞാൻ പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഓടിപ്പിടഞ്ഞു വന്ന്? പാറു അവന്റെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. കുനിഞ്ഞിരുന്ന ജഗ്ഗുവിന്റെ മുഖം പൊക്കി പിടിച്ചു. അതവന് നന്നായി സുഖിച്ചു. കൂടെ അവിടെ ഇപ്പോൾ കരയുമെന്ന ഭാവം കണ്ടാലറിയാം പറഞ്ഞത് നന്നായി വേദനിച്ചു വന്നു. അവളുടെ മുഖത്ത് നോക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അറിയാതെ നോക്കിപ്പോയെന്ന് മാത്രമല്ല, ചെറുതായിട്ടൊന്നും ചിരിച്ചു. ഒരാളെ പറ്റിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അപ്പൊ ചിരി വരുമല്ലോ, അത് തന്നെ. അവന്റെ ചിരി കണ്ട് പറ്റിച്ചാണെന്ന് മനസ്സിലാക്കിയ പാറുവിന് ദേഷ്യം വന്നു. സ്വാഭാവികം. മുഖമൊക്കെ ചുവന്നു വരുന്ന കണ്ട് കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കാനൊക്കെ തോന്നിയെങ്കിലും അവൻ ആ സാഹസത്തിനൊന്നും പോയില്ല. ദേഷ്യം വന്നാൽ നിങ്ങളല്ലാതാവുന്നാണല്ലോ ശാസ്ത്രം. അവൾ ചുറ്റും നോക്കുന്നുണ്ട്. അവനും ചുറ്റും നോക്കി. ഇപ്പോൾ വരച്ചു വെച്ച ഷീറ്റ് അവളുടെ കണ്ണെത്തുന്നതിന് മുമ്പ് എടുത്തു മാറ്റി. അതെങ്ങാനും എടുത്ത് കീറിക്കളയാമെല്ലാം തോന്നിയ പിന്നെ അവനല്ലാതാവും. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇനിയും തേടിയ വഴി കാലിൽ ചുറ്റാ നിൽക്കുന്ന പാറുവിനെ പുറകിലൂടെ ചെന്ന് ചേർത്ത് പിടിച്ചു. പാറു ഒരു നിമിഷം ശീല പോലെ നിന്നുപോയി. അവൻ പതിയെ മൂക്കൊണ്ട് അവളുടെ തോളിലുരസി. കണ്ണേട്ടാ വിട്ട്, ഇക്കിളി എടുക്കുന്നു. പാറു ഏങ്ങിക്കൊണ്ട് പിടഞ്ഞു മാറി. ജഗ്ഗു അത് ഇഷ്ടപ്പെടാതെ അവളെ കണ്ണുരുട്ടി നോക്കി.
പിന്നെ വെട്ടിത്തിരിഞ്ഞ് കട്ടിൽ കയറി കമിഴ്ന്ന് കിടന്നു. പാറു ചിരിയോടെ അവൻ്റെ അടുത്തിരുന്നു. കണ്ണേട്ടാ, ഏടത്തിക്കൊന്നും അറിയില്ലേ? ഇല്ല, ഏട്ടൻ തന്നെ എല്ലാം പറയട്ടെ. അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അതിലുണ്ടായിരുന്നു. കണ്ടോ, ഞങ്ങൾ പറഞ്ഞില്ലേ അവളൊരു മുറപ്പെണ്ണ, കാശിയേട്ടനെ കൊണ്ടുപോകാൻ വന്നാ. ഒന്ന് പോടി, കാശിയേട്ടനെ വല്ല പൂച്ചക്കുഞ്ഞാണോ അങ്ങ് എടുത്തുകൊണ്ട് പോവാൻ? ആളെടുത്തുകൊണ്ട് പോകുന്ന കാര്യമില്ല പറഞ്ഞ്, മനസ്സേ അതുകൊണ്ടുപോകാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെയൊന്നും പോയില്ലായിരിക്കും. ഇനി പോവുമോ? കല്ലു താലിയിലേക്ക് നോക്കി. ഏൽക്കുന്നുണ്ട് കണ്ടോ. മീനു അടുത്തിരുന്ന അച്ചുവിന്റെ കയ്യിൽ തട്ടി കല്ലുവിന്റെ ഇരിപ്പ് കാണിച്ചു കൊടുത്തു. അച്ചു അവളെ നോക്കിയൊന്ന് വിളിച്ച് കാണിച്ചിട്ട് അപ്പുറത്തെ വശത്തേക്ക് നോക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു. അങ്ങോട്ട് നോക്കിയ മീനുവിന്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെയായി. സ്കൈ ബ്ലൂ ടീഷർട്ടും ഓഫ് വൈറ്റ് ക്രീപ്പ് പാൻറ്റും ഡെനിം ജാക്കറ്റും ഇട്ട് സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്ന സായി. അവൻ അത്രയും ഒരുങ്ങി വന്നിട്ട് മീനു കണ്ടത് അവന്റെ കണ്ണിലെ തിരകളൊക്കെ മാത്രമാണ്. ഈ കുരിശ് ഇവിടെയും വന്നു. മീനു തലക്കൈ കൊടുത്ത് പറഞ്ഞു കേട്ട് അച്ചു ചിരിക്കാൻ തുടങ്ങി. എന്തോ കുരിശെന്ന് കേട്ട് കല്ലു അവരെ നോക്കി. മീനു നിന്നും പല്ലിറുമെന്നു. അച്ചു ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നു. എന്താടി? ദേ ഞാൻ പറഞ്ഞ സാധനം പെട്ടെന്ന് നോക്കല്ലേ. വലതുവശത്ത് ബ്ലൂ അവിഞ്ഞ നോട്ടായിട്ട് ഡിസ്പ്ലേ ഒക്കെ അടുത്ത്. മീനു തിരിഞ്ഞിരുന്നതിന് മുമ്പേ കല്ലു നോക്കി ആളെ കണ്ടെത്തി. അല്ലേലും നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കാൻ ടെൻഡൻസി ഉണ്ടാവുമല്ലോ. സായിയേട്ടൻ എന്തെന്ന്? മീനു ഞെട്ടി കല്ലുവിനെ നോക്കി. അച്ചുവും ചെറുതായൊന്ന് ഞെട്ടി. കല്ലുവിന് അറിയാവുന്ന ആളാവാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷെ അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് 16-ാം വയസ്സിൽ നാട് വിട്ടുപോയ അമ്മാവിന്റെ മകൻ ഉണ്ണി തിരികെ വന്നാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അടുത്ത ബന്ധം എന്ന സംശയമാണ് അവരുടെ ഞെട്ടലിന് കാരണം. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്ന നേരം കൊണ്ട് കല്ലു പോയി അവനെ റൗണ്ട് പരിചയം പുതുക്കി. സായി മീനുവിനെ ഒന്നുകൂടെ നോക്കി കല്ലുവിനോട് യാത്ര പറഞ്ഞു പോയി. ആരാടിയത്? തിരികെ വന്ന കല്ലുവിനോട് മീനു. സായിയേട്ടൻ. അത് നീ ആദ്യം വന്നാൽ മനസ്സിലായി. നിന്റെ ആരാധനാ ചോയ്സ്. അത് കാശിയുടെ ഫ്രണ്ടാ, ക്ലോസ് ഫ്രണ്ട്. ഒരാളും കൂടി ഉണ്ട്. അല്ല, അങ്ങേരുന്നു ഇവിടെ പിറകെ കിടക്കുന്നത്. അയ്യോ, അത് ചോദിക്കാൻ മറന്നു. നീ പിന്നെ എന്തിനാടി ചാടിത്തുള്ളി പോയേ? അത് പെട്ടെന്ന് മറന്നുപോയിടി. ഈ ഫലം ഞാൻ. നീ അടങ്ങി മീനു. അച്ചു മീനുവിനെ പിടിച്ച് നിർത്തി. എടി, ഞാൻ പുള്ളിയോട് ഇവിടെ എന്താന്നൊക്കെ ചോദിച്ചാ അപ്പൊ ഷോപ്പിങ്ങിന് വന്നാണെന്നാ പറഞ്ഞേ. അതിനകത്ത് എന്നോട് പറയില്ലെന്നല്ലേ? അതും ശരിയാണല്ലോ. കല്ലുവിനോട് പറഞ്ഞ കാര്യങ്ങൾ എളുപ്പാവുമല്ലോ. എന്നിട്ടും പുള്ളിയാ ചെയ്യാത്തെന്താ? അച്ചുവിന്റെ ന്യായമായ സംശയം. ഞാൻ പറഞ്ഞില്ലേ വെറുതെ വന്ന് വായി നോക്കി നിൽക്കുന്നതാണെന്ന്. അതുകൊണ്ടാണ് ഇവളോട് പറയാത്തെ. എന്റെ നിഗമനം പുള്ളിക്ക് നിന്നോട് അസ്ഥിക്ക് പിടിച്ച പ്രേമാണെന്നാ. അതാ നോട്ടം കാണുമ്പോഴേ അറിയാലോ. നിന്നോട് നേരിട്ട് പറയിരിക്കായിരിക്കും. അതാ എന്നോട് പറയാഞ്ഞ്. അയ്യോ, അങ്ങനെ വല്ലതും ആവുമോ? മീനൂസ് ഞെട്ടി. ഡീഡി, നീ ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് അഭിനയിക്കല്ലേ. പുള്ളി വെറുതെ വായി നോക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്റെ ഹൃദയം തുള്ളിക്കളിക്കാൻ തുടങ്ങിയില്ലേ. എന്നിട്ട് അവിടെ ഒരു ഞെട്ടല്. മനസ്സിലായല്ലേ? മനസ്സിലായി. നിന്നെ ഞങ്ങൾ ഇന്നും നിലയൊന്ന് കാണാൻ തുടങ്ങിയല്ലോ. പിന്നെ പുള്ളി വന്ന് പ്രപ്പോസ് ചെയ്ത് അപ്പം തന്നെ യെസ് പറഞ്ഞ് നാറ്റിക്കരുത്. പിന്നെ മറിച്ച് നിന്ന് സംഭവിച്ചാലും മോങ്ങാനും നിൽക്കരുത്. ഓംബ്രാ. മീനു രണ്ടുപേരുടെയും നേരെ കൈകൂപ്പി പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ചിരി വന്നു. പിന്നെ അതൊരു കൂട്ട ചിരിയായി മാറി. എന്താണ് മിസ്റ്റർ കാശിനാഥൻ, ഒറ്റയ്ക്ക് ഈ വഴിക്ക്? വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഭാര്യ കൂട്ടി കറങ്ങിയിടുന്നൂടെ? ദേ, ആ പിശാചിനെ കുറച്ചേരെങ്കിലും കാണാതിരിക്കാനെന്ന് ഓർത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നീ അതിനെ ഓർപ്പിക്കൽ എൻ്റെ പൊന്ന് സായി. സായിക്ക് ഒരു ചവിട്ടും കൊടുത്ത് കാശി അവൻ്റെ അടുത്തിരുന്നു. തൊട്ടിപ്പുറം കിരണിരിക്കുന്നു. അല്ല, നീ എവിടെയും പോവാണോ? അത് പോയിട്ട് വന്നാണോ? ഞാനൊന്ന് വരാൻ പറഞ്ഞപ്പോൾ നിനക്ക് വരാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെ നീ എവിടെ പോയതാ? കാശി രണ്ടുപേരെയും മാറി മാറി നോക്കി സായിയോട് ചോദിച്ചു. അവനൊരു വളിച്ച ചിരിയോടെ കിരണിനെ നോക്കി. അവനിപ്പോ ഒന്നിനും സമയമില്ലല്ലോ, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നടക്കുമല്ലേ? കിരൺ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞ കാശി അവനെ സംശയത്തോടെ നോക്കി. ബന്ധങ്ങളല്ല, ബന്ധം. സായി തിരുത്തി കൊടുത്തു. അതേതാടാ നിനക്ക് ഞാനറിയാത്തൊരു ബന്ധം? പറഞ്ഞാ നീ അറി. നിന്റെ ഭാര്യയുടെ കൂട്ടുകാരി മീനാക്ഷി. കിരൺ പറയുന്ന കേട്ട് കാശി ഞെട്ടി സായിയെ നോക്കി. അവൻ നാണിച്ച് കുഷ്യന്റെ നൂല് പിച്ചെടുക്കുന്നു. ഇതിപ്പോ കാശി ഞെട്ടിക്കഴിഞ്ഞില്ല. നിന്റെ കല്യാണത്തിന് ആ പെണ്ണിനെ കണ്ടപ്പോൾ തുടങ്ങി ഇളക്കാം. എന്നിവിടുന്ന് ഒരുങ്ങിക്കെട്ടി പട്ടി ചന്തക്ക് പോയാലോ എവിടെയും പോയി അവളെ വായി നോക്കി നിന്നിട്ട് വരും. കുറെ ദിവസമായിട്ട് ഇത് തന്നെ. അപ്പൊ നീ വായിനോട് സീരിയസ് ആയിട്ട് എടുത്തോടാ. കാശി അവനെ താങ്ങി. പോടാ, എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ട്രൂ ലവ്. വീണ്ടും നാണം. അയ്യടാ, അവൻ്റെ ഒരു നാണം. ഏതായാലും നീ ഇത്ര സീരിയസ് ആയ സ്ഥിതിക്ക് ഞാൻ നിനക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. ആ പിശാചിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയാ, സൂക്ഷിച്ചാൽ നിനക്കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളൂ. സായാന്ന് ചിരിച്ച് തള്ളിയതേയുള്ളൂ. നിനക്കെന്നാ പോണ്ടേ? മറ്റന്നാ. പോയിട്ടെന്നാ വരിക? കിരൺ അറിയില്ല. കുറഞ്ഞൊരു 2 മാസമെങ്കിലും അവിടെ നിൽക്കണം. നീ വീട്ടിലെന്ന് പറഞ്ഞാൽ സമ്മതിപ്പിച്ചേ? ബാംഗ്ലൂർ മീറ്റിംഗ് എന്ന് ആദ്യം പറഞ്ഞു. അതിന് തന്നെ 2 മാസം ചോദിച്ചു. പിന്നെ അവിടെ ചെയ്ത് തീർക്കാനുള്ള പ്രൊജക്റ്റ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ അതിന് വേറെ ആളെ വെക്കാന്നായി. അവസാനം കല്ലൂരിൽ ലാസ്റ്റ് സെമ്മല്ലേ, എക്സാം അല്ലേ, ഞാനിവിടെ ഉണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുവിധം സമ്മതിപ്പിച്ചെടുത്തു. പൂർണ്ണ സമ്മതമല്ലേ? ആവില്ലല്ലോ. ആ വഴി എങ്ങോട്ടെങ്കിലും പോകുന്ന നല്ല പേടിയുണ്ട്. അമ്മ അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ കരച്ചിലും പിടിച്ചില്ലാവും. അതാ സഹിക്കാൻ പറ്റാത്തത്. കല്ലൂരിനോട് പറഞ്ഞോ?
ഇല്ല, അച്ഛനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ ഇപ്പോൾ പോകേണ്ട കാര്യമൊന്നുമില്ല കാശി. അല്ലടാ, അവർ വീണ്ടും വിളിച്ചിരുന്നു. അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം മാറി. അവരുടെ നീ എത്ര കാലം ഇങ്ങനെ ഓടുകടാ, അച്ഛനൊരു തീരുമാനം എടുക്കുന്നവരെ. അത് കഴിഞ്ഞ് എന്തൊക്കെയോ കണക്കൂട്ടലുമായിരിക്കുന്ന കാശിയെ കണ്ട് അവർക്ക് പേടിയായി. നീ പോകുന്നതിൽ കല്ലുവിന് സങ്കടം ഉണ്ടാവില്ലടാ. വിഷയം മാറ്റാനായിട്ട് സായി ചോദിച്ചു. അവൾക്ക് സന്തോഷം കാണും, പിന്നെ എന്നോട് വഴക്കുണ്ടാക്കാൻ പറ്റില്ലെന്നുണ്ടാവും. ഏയ്, അങ്ങനെയൊന്നും ആവില്ല. നിനക്ക് അവളോടുന്ന പോലെ അവൾക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമായിരിക്കൂടാ. എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കാശി എന്താ പറഞ്ഞെന്ന ബോധം ഉണ്ടാവുന്നത്. നോക്കുമ്പോൾ അവന്മാർ പരസ്പരം നോക്കി ചിരിക്കുന്നു. കാശി ചമ്മിയിരുന്നു. അത് മുതലാക്കി അവർ തുടർന്നു. കണ്ടോളകിര, ഞാൻ പറഞ്ഞില്ലേ ഈ അടിയും വഴക്കൊക്കെ പുറമേ ഉള്ളൂന്ന്. ഇരിക്കുന്നുണ്ടില്ലേ കണ്ണടച്ച് പാലുടിച്ച് ആരും അറിയില്ലെന്ന് കരുതിയോടാ. പോടാ, ഇതങ്ങനെയൊന്നല്ല. എങ്ങനെയൊന്നല്ലാന്ന് കല്യാണം കഴിഞ്ഞത് എനിക്ക് ഇത്ര മാറ്റം വന്നോ കാശി? ഞാനൊന്ന് പറയുന്ന കേളപ്പൂല്ലേ? കലിപ്പായി. അതെ, ആദ്യം കണ്ടപ്പോൾ തൊട്ട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അന്ന് അവളുടെ ശരിക്കുള്ള സ്വഭാവം അറിയില്ലായിരുന്നല്ലോ. അവൾ അങ്ങനെ ആയിരുന്നെങ്കിലും അത് ഞാൻ സ്നേഹിച്ചു തുടങ്ങായിരുന്നല്ലോ. അതിന് അല്ല, തനി സ്വഭാവം കണ്ടപ്പോൾ പെട്ടെന്ന് തുടങ്ങി, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ? ആ, അത്രയേ ഉള്ളൂ. ശരിക്കും അവളുടെ വഴക്കാലത്തിൽ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? അവൻ പറയുന്നിട്ട് അവർ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. പിന്നെ കാശൊന്നും പറയാതെ പില്ലോടുത്ത് രണ്ടിനെ എറിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.